ഹലോ, നമുക്ക് ഇഷബേബി കുറച്ച് ഗോൾഡ് വാങ്ങാൻ പോയാലോ? നാളെ ഇഷബേബീൻ്റെ ചോറൂണാണ് കേട്ടോ. നാട്ടിൽ നിന്നല്ല, സലാലയിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇഷബേബീൻ്റെ ഗോൾഡും കാര്യങ്ങളും എല്ലാം നാട്ടിലാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും എടുക്കാതെയാണ് വന്നത്. കാരണം വാവ കുഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതൊന്നും പാകമല്ലായിരുന്നു, എല്ലാം ലൂസായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇപ്പം ആവശ്യമില്ലല്ലോ വിചാരിച്ച് ഞാനവിടെ വെച്ച്. പിന്നെ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചതാണ്. പക്ഷേ പറ്റിയില്ല കൊണ്ടുവരാൻ. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ പോയി വാങ്ങാമെന്ന്. അങ്ങനെ ഈ ചെയിൻ എടുത്തു കേട്ടോ. പിന്നെ ഒരു പാദസരം കൂടെ നോക്കി. കരിമണീൻ്റെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ നോക്കി ഇട്ട് നോക്കി. പക്ഷേ അത് കുറച്ച് ടൈറ്റായിരുന്നു. ആൾ പിന്നെ വലുതാവുമ്പോൾ അത് പിന്നെ തീരെ ഇടാൻ പറ്റാണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലൂസുള്ള ടൈപ്പ് നോക്കി. പിന്നെ ഇവളുടെ സൈസിനൊത്തത് അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു ചെറിയ മണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കിളിങ്ങുമ്പോൾ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെടുത്തു. പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല, ഇത് രണ്ടേ വാങ്ങിയിട്ടേ ഉള്ളൂ. വള ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബേബീനെ കണ്ടു കേട്ടോ അവിടെ നിന്ന്. പിന്നെന്താ, അവിടുത്തെ ചേട്ടൻ തന്നെയാണ് ഇഷബേബിക്ക് കാലിൽ ഇട്ട് കൊടുത്തത്. കാരണം അവരാകുമ്പോൾ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് തരുമല്ലോ. നമ്മളിനി ഇട്ടിട്ട് അത് ലൂസായി ഊരി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഇടിയിപ്പിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആളുടെ കാലിൽ പാദസരം ഇട്ടപ്പെട്ടോ. ഏട്ടൻ്റെ അനിയത്തി നല്ല അടിപൊളി പാദസരം വാങ്ങി തന്നിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ എടുക്കാതെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ഇത് ഇട്ടപ്പോൾ പെട്ടെന്ന്. കാരണം അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നേനെ. അത് മറ്റേ എന്തോ ഒന്ന് പറയുമോ അതിന്, എന്തോ എനിക്കറിയില്ല. അടിപൊളി പാദസരമായിരുന്നു. പക്ഷേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഓപ്പോസിറ്റ് ഒരു കാറിൽ നിന്ന് ഒരു ചേട്ടൻ ഇറങ്ങി വന്നിട്ട് ആൾ അറബിയിലാണ് സംസാരിച്ചത്. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ആളുടെ വൈഫ് എന്നെ കണ്ടിട്ട് ഫോളോ ചെയ്ത് വന്നതാണ് ഞാൻ മുടിയിൽ എന്താ തേക്കണേന്ന് അറിയാൻ. എന്നിട്ട് എന്താ തേക്കണേന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നമ്പറൊക്കെ തന്നു കേട്ടോ. അങ്ങനെ അവിടെ ഞങ്ങൾ പോന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.